ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. സീക്വൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം സൈസ് സീക്വൻസാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് റണ്ണിങ് മെത്തേഡാണ്. അതായത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ലേ, ആ ഒരു സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സീക്വൻസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുന്നോട്ടേക്ക് നീഡിൽ ഇറക്കി കൊടുക്കാം. നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അല്പം സ്പേസ് വിട്ടിട്ട് വേണം നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു സീക്വൻസ് ഇട്ട് കൊടുക്കാം. സീക്വൻസ് ഒന്ന് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ടേക്ക് നീഡിൽ ഇറക്കി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം സ്പേസ് വിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നീഡിൽ മുന്നിലോട്ട് കുത്തി കൊടുക്കാം. നമ്മൾ മുന്നേ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. സീക്വൻസ് വർക്കിൻ്റെ റണ്ണിങ് മെത്തേഡിൽ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ബോർഡറൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ചെയ്തതിന് ശേഷം ഔട്ടറിലായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ മാർക്ക് ചെയ്ത ലൈനില്ലേ, അതിൽ മുഴുവനായിട്ടും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സീക്വൻസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ ലൈനിൽ മുഴുവനായിട്ടും സീക്വൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ സീക്വൻസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കണം. സീക്വൻസ് വർക്ക് ചെയ്തതിൻ്റെ ബാക്ക് വശം ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതേ മെത്തേഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ല, നമുക്ക് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. സിംഗിൾ നോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. സീക്വൻസ് വർക്കിൻ്റെ റണ്ണിങ് മെത്തേഡിൻ്റെ ഫൈനൽ ലുക്കാണിത്. നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് കിട്ടിയിട്ടുണ്ട്.